അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമിൽ നിസ്കാരം കഴിഞ്ഞ് സുജൂദിൽ തല കുനിച്ചു കിടന്നു. അവൻ്റെ കണ്ണുനീർ മുസല്ലയിൽ വീണു. യാ റബ്ബേ, എൻ്റെ ബുഷിയെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. അവൾക്കൊരു ആപത്തും വരുത്തരുതേ അല്ലാ. സിനാൻ്റെ കൈകളിൽ നിന്ന് അവളെ നീ രക്ഷിക്കണേ. എനിക്ക് സഹിക്കാനുള്ള ശക്തി തരണമേ. ഞാനിവിടെ ആഡംബരത്തിനോ സമ്പത്തിനോ വേണ്ടി വന്നതല്ല. അതെ, ഉമ്മയായ ഉമ്മുൽ ഖൈറിനെ നോക്കുവാനും നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റാനുമാണ് ഞാൻ വന്നത്. എൻ്റെ കുടുംബത്തെ നോക്കണം എനിക്ക്. പക്ഷേ ഷാമിൽ വിതുമ്പിക്കരഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞിട്ടും ഷാമിലിൻ്റെ മനസ്സിന് ഒരാശ്വാസവും ലഭിച്ചില്ല. ഫുജേറയിലെ ആ കൊട്ടാരം പുറത്തുനിന്ന് നോക്കുമ്പോൾ സ്വർഗം പോലെ തോന്നുമായിരുന്നു. മാർബിൾ തറകൾ, സ്വർണം കൊത്തിപ്പണികളുള്ള ചുവരുകൾ, സുഗന്ധം നിറഞ്ഞ വിശാലമായ ഹാളുകൾ, ജനലുകൾക്കപ്പുറം പച്ചപ്പാർന്ന പൂന്തോട്ടം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ മുറിയുടെ ഒരു മൂലയിലിരുന്ന് ഷാമിലിൻ്റെ ഹൃദയം മാത്രം ശൂന്യമായിരുന്നു. എന്നാൽ എത്രയ്ക്കും വലിയ സൗകര്യങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടും ഷാമിലിൻ്റെ മുഖത്ത് ഒരു സന്തോഷം കാണുന്നില്ല. ഉമ്മുൽ ഖൈർ, മോനെ ഇവിടെ കിടക്കാം, കണ്ടില്ലേ, നല്ല സൗകര്യമുള്ള റൂമാണിത്. ഉമ്മ, എന്താ മോനെ? ഷാമിൽ മോനെ, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഷാമിൽ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. കരഞ്ഞതിൻ്റെ അടയാളങ്ങൾ വ്യക്തമായിരുന്നു. ഒരു വാക്കുപോലും ചോദിക്കാതെ അവർ ഷാമിലിൻ്റെ അടുത്തേക്ക് വന്നു. മോനെ, മനസ്സിലൊരുപാട് ഭാരമുണ്ടല്ലേ? ഷാമിലിൻ്റെ തലയിൽ പതുക്കെ അവർ തലോടിക്കൊണ്ട് ചോദിച്ചു. ഷാമിലിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ തല താഴ്ത്തി നിന്നു. മോനെ, ബുഷിയെ ഓർക്കുകയാണോ മോൻ ഇനിയും ബുഷിയെ ഓർക്കുന്നത് ശരിയാണോ? എന്തൊക്കെ തന്നെയാലും മറ്റൊരാളുടെ ഭാര്യയല്ലേ ഉമ്മ. എനിക്കൊരിക്കലും അവളെ നഷ്ടപ്പെട്ടതിലല്ല ഭയം, പക്ഷെ മറ്റൊരാൾ അവളെ ഉപദ്രവിക്കാൻ നിൽക്കുന്നുണ്ട്. പാവം, അവൾ അതറിയുന്നില്ല, അറിയാത്ത രീതിയിലാണ്. എന്താ ചെയ്യുക, ആ ഭർത്താവ് പോലും അതറിയുന്നില്ല. അതാണ് വിഷമം എനിക്ക്. ഉമ്മ, എനിക്ക് അവളെ അവിടെ ഒറ്റയ്ക്ക് വിട്ടു വന്നത് ഓർക്കുമ്പോൾ പേടിയാകുന്നു. ഓരോ നിമിഷവും അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് മനസ്സ് പറയുന്നത്. ഉമ്മുൽ ഖൈർ അവനോട് പറഞ്ഞു. പൊന്നു മോനെ, മോൻ വിഷമിക്കല്ലേ മോനെ, അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാകണം. നമുക്ക് കഴിയുന്നതെല്ലാം അള്ളാഹു, നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇനി അവളെ കാക്കുന്നത് അള്ളാഹുവാണ്. അവൻ്റെ സംരക്ഷണത്തേക്കാൾ വലിയ സംരക്ഷണം ഒന്നുമില്ല. ആ വാക്കുകളിൽ ഷാമിലിൻ്റെ മനസ്സിൽ ചെറിയൊരു ആശ്വാസം പകർന്നു. എന്നിട്ടും ബുഷിയുടെ മുഖം അവൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല. ആ രാത്രിയിൽ കൊട്ടാരത്തിൽ എല്ലാവരും ഉറക്കത്തിലേക്ക് വഴുതി വീണെങ്കിലും ഷാമിലിൻ്റെ മുറിയിലെ ലൈറ്റ് അണഞ്ഞില്ല. ജനലിനരികിൽ നിന്ന് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ വീണ്ടും വീണ്ടും ഒരേയൊരു പ്രാർത്ഥന മാത്രം ഉരുവിട്ടു. യാ അല്ലാഹ്, എൻ്റെ ബുഷിയെ നീ സുരക്ഷിതമായി സംരക്ഷിക്കണേ അല്ലാ. പഠിച്ചവനെ, അവളുടെ ഭർത്താവിന് നീ ധൈര്യവും ശക്തിയും തിരിച്ചു കൊടുക്കല്ല. കാരണം അദ്ദേഹം പാവം ഒരു മനുഷ്യനാണ്. സിനാൻ്റെ ചതികളിൽപ്പെട്ട് അവൻ ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ്. യാ റബ്ബേ, അല്ലാ, ഒരിക്കലും നീ വിഷമിപ്പിക്കല്ലേ ബുഷിയെ. റഹ്മാനെ, ബുഷിയെ നിക്കാഹ് കഴിച്ചത് അൻഷിഫാണ്. ശരിയാണ്, ഡോക്ടറാണ്, പാവമാണ്. പക്ഷേ എന്തെന്നറിയില്ല. അതെ, സിനാൻ്റെ ചതിയിൽപ്പെട്ട് എന്തൊക്കെയോ സംഭവിച്ചു പോയി എന്ന് തന്നെ പറയാം. റബ്ബേ, സാരമില്ല പഠിച്ചോനെ, അവർക്ക് നീ നല്ല ദാമ്പത്യ ജീവിതം നീ കൊടുക്ക് റഹ്മാനെ. അതെ, ആ ഒരു അവസ്ഥ വളരെയധികം ഖേദകരമായ രീതിയിലാണ്. പാവം, എന്താ ചെയ്യുക റബ്ബേ. അല്ലാഹ്, നീ എല്ലാവർക്കും എല്ലാ കഴിവും കൊടുക്കുന്നവനാണല്ലോ. അതെ, ഇല്ലായ്മയിൽ നിന്ന് ഈ കണ്ട മനുഷ്യന്മാരെയും അതിലുള്ള ഭൂമിയിലുള്ളവരെയും സൃഷ്ടിച്ചു. മരങ്ങളെയും പുഴകളെയും മലകളെയും സൃഷ്ടിച്ച അല്ലാഹ്. അതെ, ഒരാൾക്കൊരു ഉത്തേജന ശേഷി, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഭാര്യയെ സംരക്ഷിക്കേണ്ട അവസ്ഥ, ഭാര്യയെ സന്തോഷിപ്പിക്കേണ്ട ആ ഒരു സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ അതുണ്ടാക്കാൻ റഹ്മാനെ നിനക്ക് കഴിയുമല്ലോ. നീ വിചാരിച്ചാൽ എല്ലാം ഉണ്ടാകുമല്ലോ. ഇല്ലായ്മയിൽ നിന്ന് എല്ലാം പടച്ച റഹ്മാനും റഹീമുമായ റബ്ബേ അല്ലാഹ്. റഹ്മാനെ, ഞാൻ എനിക്ക് നിന്നോട് ഇനി എങ്ങനെ ചോദിക്കണം എനിക്കറിയുന്നില്ല റബ്ബേ. ബുഷിയുടെ ഭർത്താവിന് നീ ആത്മധൈര്യം കൊടുക്ക് റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നീ അത്ഭുതങ്ങൾ സൃഷ്ടിക്ക് റഹ്മാനെ. ഷാമിൽ അതുമാത്രമായിരുന്നു ദുആ ചെയ്തത്. അല്ലാ. എന്നാൽ ഈ സമയം അതാ ഉമ്മുൽ ഖൈർ അങ്ങോട്ട് വന്നു. മോനെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട, മോൻ ഇങ്ങോട്ട് വന്നേ. ഉമ്മ, ഞാനിവിടെ ഇരുന്നോളാം.
മോളെ സഫ. സഫ ഹിജാബ് താഴ്ത്തിക്കൊണ്ട് അതാ ഷാമിലിൻ്റെയും ഉമ്മുൽ ഖൈറിൻ്റെയും അടുത്തേക്ക് വന്നു. കൂടെ ഉമ്മു ഹബീബ എന്ന് പേരുള്ള ഉമ്മയും. മോനെ ഷാമിൽ, എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? സഫ, മോനോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കും പറയും ചെയ്തുകൂടെ നിനക്ക്? മോനെ നീ വിഷമിക്കണ്ട. പിന്നെ സഫ, നിനക്കൊരു പെങ്ങളായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും അതാ ഉമ്മു ഹബീബയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും ഷാമിലിൻ്റെ മനസ്സിൽ അല്പം ഒരു ആശ്വാസം തോന്നി. മോനെ എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞു ചെയ്തോളൂ, അതിനിപ്പോൾ എന്താ? ഒന്നും വിഷയമില്ല. പിന്നെ മോനെ ഞങ്ങൾ കാണുന്നത് എൻ്റെ ഇത്താത്തിയുടെ മോനെ പോലെയാണ്. ആ ഉമ്മുൽ ഖൈർ എപ്പോഴും പറയും എൻ്റെ കുട്ടി എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ മോനെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. മോളെ സഫ, നിൻ്റെ ആങ്ങളെ പോലെ കരുതിക്കോട്ടോ. പക്ഷെ അവൾ ഹിജാബ് പൊക്കില്ല കേട്ടോ, അതെപ്പോഴും മുഖത്തുണ്ടാകും. സംസാരിച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഉമ്മു ഹബീബയുടെ ആ ഒരു സ്നേഹം നിറഞ്ഞ വാക്കുകൾ. എന്നാൽ ഉമ്മു ഹബീബയുടെ ഭർത്താവ് സിറാജുദ്ദീൻ വളരെയധികം നല്ല സ്വഭാവക്കാരനായിരുന്നു. വീട്ടിൽ ഗസ്റ്റ് വന്നു എന്നറിഞ്ഞപ്പോൾ ഉമ്മു ഹബീബയുടെ ഭർത്താവ് സിറാജുദ്ദീൻ നേരെ അതാ ഷാമിലിൻ്റെ അരികിലേക്ക് വന്നു. എന്താണ് പേര്? സലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങി. എൻ്റെ പേര് ഷാമിൽ. ഓ, പറഞ്ഞ് കേട്ടിട്ട് ഞാനത് മറന്നുപോയേ. അതായത് എപ്പോഴും ഉമ്മു ഹബീബ് എന്നോട് പറയും, അതായത് ഉമ്മുൽ ഖൈറിനൊരു മോനുണ്ട്, ആ മോന് നല്ലൊരു മോനാണ് എന്നൊക്കെ. എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റിയല്ലോ, ഒരുപാട് ദൂരം സഞ്ചരിച്ചു അല്ലേ? കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ, എന്തൊക്കെ തന്നെയായാലും റാഹത്തല്ലേ? പിന്നെ ഇവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ ഇവിടെ കഴിഞ്ഞോളേ കേട്ടോ. ഏതായാലും ഇനിയിപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ സീസണൊക്കെ ഏകദേശം കുറച്ചുകൂടെ കഴിഞ്ഞു തുടങ്ങുമല്ലേ? ഈ ചൂടത്തല്ലേ ഉണ്ടാവുള്ളൂ. എന്താ വേണ്ടത്? കുറച്ച് ഇവിടെ ഒന്ന് സെറ്റിൽഡ് ആയിക്കൂടെ? ശരിക്കും അതാ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഷാമിലിന് ശരിക്കും നല്ലൊരു സന്തോഷം തോന്നി തുടങ്ങുകയാണ്. എന്നാൽ ഈ സമയം ഉമ്മുൽ ഖൈർ പറയുന്നു, മുഹബീബ, അതായത് എൻ്റെ മോൻ്റെ ഷാമിലിൻ്റെ അവസ്ഥ എനിക്ക് കണ്ടിട്ട് വല്ലാത്ത പരിതാപകരമായ അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചെറുപ്പത്തിലെ ഉമ്മ നഷ്ടപ്പെട്ട കുഞ്ഞാണ്. അവന് സ്നേഹം കൊടുത്തിരുന്നത് ഞാനായിരുന്നു. 18 വയസ്സായപ്പോഴേക്കും ഇവിടെ എത്തി. ഒരു കൊച്ചു പയ്യനായിരുന്നു വന്നപ്പോൾ. ഇത്രയൊന്നും തടിയും വലുപ്പമൊന്നും ഇല്ലാത്ത ചെറിയൊരു പൊന്നു മോനെ. പിന്നെ അങ്ങോട്ട് ഇവിടുന്ന് വലുതായതാണ്. അന്നേ എൻ്റെ കൈകളിലേക്ക് എത്തിയപ്പോൾ എനിക്ക് അവനോട് വല്ലാത്തൊരു സ്നേഹം തോന്നി. വല്ലാത്തൊരു എന്താ പറയുക, ഒരു വാത്സല്യം തോന്നി. എനിക്ക് അള്ളാഹു മക്കളെ തന്നിട്ടില്ലെങ്കിലും എനിക്ക് തന്ന മോനാണ് എൻ്റെ ഷാമിൽ. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ മൊത്തത്തിൽ അവനക്കൊരു ഡിപ്രഷനാണ്. അതായത് ഈ ഫുജീറയിലേക്ക് വരാൻ തന്നെ ഞാൻ കാരണം അവൻ്റെ കൂടെ ഒരു സന്തോഷം പരിഗണിച്ചാണ്. ഞാൻ സത്യം പറഞ്ഞ എന്തൊക്കെയോ മനസ്സിലങ്ങ് വിചാരിച്ചു പോയി. ഉമ്മു ഹബീബ, അതായത് കാര്യം മറ്റൊന്നുമല്ല, പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ പെണ്ണ്, അതായത് അവന് കല്യാണം കഴിക്കാൻ വിചാരിച്ചിരുന്ന ബുഷി എന്ന പേരിലെ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു പോയി. പിന്നെ അതിന് ശേഷം എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ അവളുടെ ജീവിതത്തിൽ അത്ര സുഖം പോരെന്നൊക്കെ തോന്നുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നീട് ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ ആദ്യം അവനെ വിളിച്ചു, പക്ഷേ അവനപ്പോൾ കൂട്ടാക്കിയില്ല. ഇപ്പം പിന്നെ സർപ്രൈസ് ആയിട്ട് തന്നെ വന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ എൻ്റെ പൊന്നു മോൻ ആകപ്പാടെ മൂഡ് ഓഫാണ്, എന്തൊക്കെയോ ആണ്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കുറച്ച് ദിവസം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് റെഡിയാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിലിടെ പല ആഗ്രഹങ്ങളും അതെല്ലാം അവനോട് വെറുതെ പറഞ്ഞിരുന്നു കേട്ടോ. എന്താ അല്ലേ, ഞാൻ പറഞ്ഞു അവിടെ സഫ എന്നൊരു മോളുണ്ട്, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവനൊന്നൊരു മൈൻഡില്ല. ഒന്നിനും വേണ്ടിയിട്ടല്ല, അവരൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരു പെണ്ണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ആ ഡിപ്രഷനിൽ നിന്ന് തിരിച്ചെടുക്കണമെങ്കിൽ അതെ മറ്റൊരു ബന്ധം ഒരു പക്ഷേ അവനൊരു താങ്ങും തണലുമായിരിക്കും എന്ന് കരുതി ഞാൻ പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ശരിക്കും അത് ഉമ്മുൽ ഖൈർ ചിരിച്ചപ്പോൾ ഉമ്മുഅബിയോ പറഞ്ഞു, എൻ്റെ പൊന്നു ഇത്താത്ത, എന്തൊക്കെയല്ലേ മനസ്സിലെ ആഗ്രഹങ്ങൾ. അത് എനിക്കും ഷാമിലിനെ കണ്ടിട്ട് എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ സിറാജുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ നമുക്കറിയില്ലല്ലോ. അതെ, ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് ഓരോ പ്രതീക്ഷകൾ ഉണ്ടാവുമല്ലോ, ഞങ്ങളെ മോൾ എങ്ങനത്തെ ആളെ കല്യാണം കഴിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഓക്കെയാണ്. പക്ഷെ അവരുടെ കാര്യം അതല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോഴേക്കും സിറാജുദ്ദീൻ അങ്ങോട്ടെത്തി. എന്താ ഇത്താത്തിയും അനിയത്തിയും നല്ല ചർച്ചയിലാണല്ലോ. അതെ, നല്ലൊരു മനുഷ്യരായിരുന്നു സിറാജുദ്ദീൻ. അതെ, ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളിരിക്കി. അതെ, അവന് ഷാമിലിനെ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. കാരണം അവന് ഒറ്റപ്പെട്ട് ഇരിക്കണ പോലെ തോന്നിയത്. കാരണം എനിക്കാണെങ്കിൽ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. പിന്നെ അല്ല, നമ്മുടെ മോന് എപ്പോഴിനി വരിക?
അതെ, അവരുടെ മൂത്ത മകൻ, അതായത് സഫയുടെ ജ്യേഷ്ഠൻ പഠിക്കുവാൻ പോയതാണ്. അവൻ മാസത്തിലൊക്കെയാണ് വരാറുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ മാസം വന്നിട്ടില്ല, ഈ മാസം വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാ ഉമ്മു ഹബീബ വിചാരിക്കുന്നു, ഒരു പക്ഷേ അവൻ വന്നു കഴിഞ്ഞാൽ ഷാമിലിന് ഒരു കൂട്ടാവുമെന്ന്. പക്ഷെ അവൻ വന്നതൊന്നും കണ്ടതുമില്ല, വിളിച്ചിട്ടുമില്ല. എന്തൊക്കെ തന്നെയാലും ജ്യേഷ്ഠത്തിയും മകനും വന്നപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. സഫയാണെങ്കിൽ ഉമ്മയുടെ കൂടെ എന്തെങ്കിലും പുതിയ രീതിയിലുള്ള കുക്കിങ്ങിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അവൾക്ക് അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. സഫയുടെ ആ ചുറുചുറുക്കും അവളുടെ ആ ഒരു സ്മാർട്ട് സംസാരവും അവളുടെ ആ ശൈലിയും അവളുടെ ആ ഭംഗിയൊക്കെ ശരിക്കും ഉമ്മുൽ ഖൈറിന് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. മോളെ, ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ പോരുന്നോ? അല്ല, നിങ്ങളുടെ കൂടെ. അപ്പോൾ ഉമ്മ ഇവിടെ തനിച്ചാവും, ഇക്കാക്കും ഇല്ലല്ലോ. ഉപ്പയില്ല ഇവിടെ, അതിനെന്താ മോളെ? ഞാൻ വരണ്ടു മൂത്തുമ്മ, ഞാൻ പിന്നെ ദിവസം വരണ്ട ഉമ്മയുടെ കൂടെ ഇട്ടോ. ആ, ഓക്കെ ഓക്കെ. അങ്ങനെ അതാ അവർ ചിരിച്ചും കളിച്ചും അങ്ങനെ സമയം കഴിഞ്ഞു പോകുന്നു. എന്നാൽ ഷാമിലിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തേങ്ങുകയായിരുന്നു. അവൻ ഒരു നിമിഷം ഫോണെടുത്തു. ഉപ്പാക്ക് വീണ്ടും വിളിക്കട്ടെ എന്ന് കരുതി അവൻ ഉപ്പാക്ക് വിളിക്കുന്നു. ഹലോ. എന്നാൽ ഉമ്മയായിരുന്നു ഫോണെടുത്ത്. മോനെ ഷാമിൽ, ആ എവിടെ ഉമ്മാൻ്റെ കുട്ടി? ഇവിടെ ഉണ്ട്, ഞങ്ങളിപ്പോൾ ഫുജേറിയയിലാണ്. ആ ആണല്ലേ, ഞാൻ ഉപ്പാൻ്റെ അടുത്ത് കൊടുക്കാം. നോക്കി ഇതാ ഫോണ്. ആരാ? മോനാണ്. ഹലോ മോനെ. ഉപ്പാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉപ്പാൻ്റെ കുട്ടി വേറെ ഒന്നും പഴയതൊന്നും ആലോചിച്ച് കണ്ട് തടി കേടാക്കരുത് കേട്ടോ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി പുതിയൊരു ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കുകയാണ് വേണ്ടത്. പഴയതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനേ പാടില്ല. നമുക്ക് നമ്മളുടേതായിട്ട് പഠിച്ച റബ്ബി നമുക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ ആദ്യം ഇപ്പോൾ തട്ടിത്തെറിപ്പിച്ച് പോയത് അതുകൊണ്ടായിരിക്കേ. അന്നിപ്പോൾ അങ്ങനെ കല്യാണം ഉണ്ടാക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതങ്ങ് തട്ടിത്തെറിപ്പിച്ച് പോയി. വിധി ഉണ്ടാവില്ല മോനെ, പടച്ച റബ്ബ് വിധിച്ചാലല്ലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അത് കരുതിയിട്ട് ഇനിയിപ്പോൾ മോൻ വിഷമിക്കണ്ട. അതെ, ഓരോരുത്തരൊക്കെ പടച്ച റബ്ബ് ഓരോന്ന് കണക്കാക്കിയിട്ടുണ്ടാവും. അതിനനുസരിച്ച് എൻ്റെ പൊന്നു മോനെ അങ്ങനെ വിചാരിച്ചാൽ മതി. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. എനിക്കറിയില്ല മോനെ, ഏഴാൻ ആകാശത്തിൻ്റെ മുകളിലാണെങ്കിലും നമുക്ക് വിധിച്ചതാണെങ്കിൽ അള്ളാഹു നൽകും. അതല്ല, നമ്മൾക്ക് വിധിച്ചിട്ടില്ലെങ്കിലോ രണ്ട് ചുണ്ടിൻ്റെ ഇടയിലാണെങ്കിൽ പോലും നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ പടച്ച റബ്ബ് നമുക്കെന്താ വിധിച്ചത് അതുപോലെ വരുള്ളൂ. ഉപ്പാൻ്റെ കുട്ടി വിഷമിക്കല്ലേ കേട്ടോ. നല്ല രീതിയിൽ അവിടെ നിൽക്കി. പിന്നെ ഏതായാലും ഉപ്പാ, നിങ്ങൾക്ക് സുഖമല്ലേ മോനെ? നിങ്ങളെല്ലാവരും കൂടി ഈ ഉമ്മാനെ എനിക്ക് സമ്മാനമായി നൽകിയില്ലേ, ഇതിനേക്കാളും വലിയ സമ്മാനം എനിക്കില്ല മോനെ, സത്യമായിട്ടും. എന്നാൽ ഷാമിലിൻ്റെ മനസ്സ് നിറഞ്ഞു. മോനെ. അപ്പോഴേക്കും ഉമ്മുൽ ഖൈർ വിളിച്ചു. മോനെ വാ, ഇതാ ഈ ജ്യൂസ് കുടിക്കേ. അതെ, സഫമോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. എങ്ങനെയുണ്ട് നോക്കിക്കേ. അവള് ഓരോ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഷാമിൽ മുഖത്തൊരു പുഞ്ചിരി വരുത്തിയിട്ട് പറഞ്ഞു, ഉമ്മ അതെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവൻ അല്പം കുടിച്ചു. ഉമ്മ അടിപൊളിയായിട്ടുണ്ട് മോനെ. അതെ, സഫമോളാണ് ഉണ്ടാക്കിയത്. ആണല്ലേ, ഉഷാറായിട്ടുണ്ടെന്ന് പറയൂ. അൽഹംദുലില്ലാ. ഷാമിൽ അവൻ്റെ സന്തോഷം അറിയിച്ചു. എന്താണെന്നറിയില്ല, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ഒരുപാട് ഭാരം അങ്ങ് ഒഴിഞ്ഞു പോയതുപോലെ. കാര്യം മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ വാക്കുകൾ. കാരണം വിധി, അത് വിധിച്ചത് അള്ളാഹു നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് വിധിച്ചത് അള്ളാഹു തന്നിരിക്കും എന്നുള്ള ഉപ്പയുടെ ആ ഒരു വാക്കുകൾ അവൻ്റെ മനസ്സിന് അല്പം സമാധാനം പകർന്നു. എങ്കിലും അവൻ മനസ്സുകൊണ്ട് ദുആ ചെയ്തു, അള്ളാഹുവേ, പടച്ച റബ്ബേ, റഹ്മാനെ, സിനാൻ്റെ ചതിയെ തൊട്ട് നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അതുമാത്രമായിരുന്നു അവന്. ഒരിക്കൽ പോലും അൻഷിഫും ബുഷിയും ഒരുമിച്ചിട്ടില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് അവന് വളരെയധികം വിഷമമുണ്ടാക്കിയിരുന്നു. എന്നാൽ അതിലേറെ വിഷമം തോന്നിയത് സിനാൻ അവളെ എങ്ങനെയെങ്കിലും കൈക്കലാക്കുവാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ള ആ സത്യമായിരുന്നു അവന് കൂടുതൽ വിഷമകരമായത്. നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. ആരോട് ചോദിക്കാൻ, ആരോട് പറയാൻ ഒന്നും കഴിയുന്നില്ല. എന്നാൽ ഈ സമയം അതാ ഹോസ്പിറ്റലിൽ ഉമ്മയും സിനാനും ഓരോ ചർച്ചകളിൽ അകപ്പെട്ടിരിക്കുന്നു. അവർ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. എന്നാൽ സിനാൻ അപ്പോഴേക്കും അൻഷിഫിന് ഡോസ് കൊടുത്ത് പോന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിന് അവൻ ഉണരില്ല, കണ്ണു തുറക്കില്ല എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പുറത്തധികം വിശാലമായി നല്ല രീതിയിൽ സംസാരിക്കുകയും ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു.
കാരണം ബുഷിക്ക് ഇനിയിപ്പോൾ അത്ര ഒരു പൊറുതിയാടാണെങ്കിൽ കുറച്ച് ദിവസം ആ ഒരു ജീവച്ഛവം പോലെ കിടക്കുന്ന അൻഷിഫിനെ കണ്ടോട്ടെ എന്ന് കരുതി രണ്ടുപേരും അങ്ങ് ഒഴിഞ്ഞു മാറി കൊടുത്തതായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അൻഷിഫ് ആ മരുന്നല്ലായിരുന്നു കഴിച്ചത്, അല്ലെങ്കിൽ മരുന്നല്ലായിരുന്നു ഇഞ്ചക്ട് ചെയ്തത്. അതെല്ലാം ബുഷി മാറ്റിയത് കൊണ്ട് തന്നെ അവന് ഒരിക്കലും ഒരു ബോധക്കേടും ഉണ്ടായിരുന്നില്ല. അതെ, ആ സമയം ബുഷി അവൻ്റെ നെഞ്ചത്തായിരുന്നു. ബുഷി, ഇക്ക, ബുഷി എന്നോട് ക്ഷമിക്കണം ഇക്ക. എന്തെന്നറിയില്ല, ബുഷിക്ക് ആ ദിവസം അവളുടെ ഭർത്താവിൻ്റെ കൂടെ കിടന്നപ്പോൾ എന്തെന്നില്ലാത്ത മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു ഉണർവ് വന്നു. സാധാരണ രീതിയിൽ തൻ്റെ ഭർത്താവ് വിട്ടൊഴിഞ്ഞു പോയി കിടക്കുന്നില്ല, വേഗം ഉറക്കത്തിലേക്ക് പോകുന്നില്ല. പകരമായിട്ട് അവളെ ചേർത്ത് പിടിക്കുവാനും അവളെ ചുംബിക്കുവാനും ഒരുങ്ങുകയാണ്. ശരിക്കും ഒരു ആണിൻ്റെ ശക്തി എന്താണെന്ന് അവൻ്റെ ശരീരത്തിലൂടെ അതാ ഇറങ്ങി വരുന്നത് പോലെ അവന് തോന്നി. അവൻ്റെ ആ കണ്ണുകൾ ബുഷിയുടെ കണ്ണുകളെ കൊത്തിവലിച്ചു. അതെ, ബുഷിക്ക് അവൻ്റെ ആ നോട്ടം കണ്ട് അതിൽ അവളങ്ങ് പതറിപ്പോയി. അറിയാതെ അവൻ്റെ നെഞ്ചിലേക്ക് അവൾ അമർന്നു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും അത് എന്താണെന്നറിയില്ല, അവർ അവരുടേതായ ഒരു പുതിയ ലോകത്തിലേക്ക് കടക്കുന്നത് പോലെ ശരിക്കും ഒരു ആദ്യരാത്രിയാണ് അവർക്കവിടെ ഫീൽ ചെയ്തത്. എന്തെന്നറിയില്ല, തൻ്റെ ഭർത്താവ് ഇതുവരെയായിട്ട് വികാരത്തോടെ എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പോഴിതാ അദ്ദേഹത്തിന് എന്തൊക്കെയോ പറ്റിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് പൂർണ്ണമായി എഴുന്നേറ്റ് നടക്കുവാനൊന്നും കഴിയുന്നില്ല. പകരം അദ്ദേഹത്തിന് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ശരീരത്തിൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എന്നാൽ ഒരു നിമിഷം അൻഷിഫ് എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ വേണ്ട, എന്തിനാ, ആ വാതിലൊന്ന് ലോക്ക് ചെയ്യൂ എന്ന് അപ്പോഴേക്കും ബുഷി അത് ലോക്ക് ചെയ്യുകയും ചെയ്തു. അത് അവരുടേതായ ലോകത്തേക്ക്, സുഖസുന്ദരമായ ആ ലോകത്തേക്ക്, ഒരാളുടെയും ശല്യമില്ലാത്ത ഞങ്ങളുടെ ലോകത്തേക്ക് അവർ പ്രവേശിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ, ഒരിക്കൽ പോലും എന്താണ് സംഭവിച്ചത് എന്നൊന്നും അറിയുന്നില്ല. അതെ, അൻഷിഫിൻ്റെ ബോധം തെളിഞ്ഞത് മുതൽ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളിൽ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ബുഷിയെ അയാൾ വീണ്ടും ചേർത്ത് പിടിച്ചു. എന്നാൽ അതിനിടയിൽ അവരുടെ ആ ഒരു സുഖസുന്ദരമായ ആ ലോകത്തേക്കുള്ള ആ യാത്ര, ആ പ്രയാണം അവരവിടെ തുടങ്ങിക്കഴിഞ്ഞു. ശരിക്കും ബുഷി തന്നെ അത്ഭുതപ്പെട്ടു. റബ്ബേ, ഇതെന്ത് അത്ഭുതമാണ്! എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവളെല്ലാം മറന്നു, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മറന്ന് അതാ അൻഷിഫിൽ അലിഞ്ഞു ചേരുവാൻ വേണ്ടി നിൽക്കുകയാണ്. അൻഷിഫിനും എന്തെന്നറിയില്ല, എവിടെ നിന്നൊക്കെയോ ഒരു ശക്തി ലഭിക്കുന്നത് പോലെ, എവിടെ നിന്നൊക്കെയൊരു ഊർജം, വല്ലാത്തൊരു സംതൃപ്തി. അങ്ങനെ അതാ അവർ അവരുടേതായ ലോകത്തേക്ക് കടക്കുകയാണ്. ആ ഹോസ്പിറ്റലിൻ്റെ ബെഡിൽ വെച്ച് ഒരിക്കൽ പോലും ബുഷി അനുഭവിക്കാത്ത അനുഭൂതികൾ അവിടെ അനുഭവിക്കുകയാണ്. അനുഭവിക്കാത്ത സുഖം അവിടെ ഉണ്ടാവുകയാണ്. എന്തെന്നറിയില്ല, ഈ ദുനിയാവിൽ ഒരിക്കൽ പോലും ഞാൻ അറിയാത്ത, അല്ലെങ്കിൽ പറഞ്ഞു മാത്രം കേട്ടുള്ള ആ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ മധുരിമ അവൾ നുകരുകയാണ്. ഒരിക്കൽ പോലും അങ്ങനെ ഒരു അനുഭൂതി അവൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അൻഷിഫിനെ വീണ്ടും ചേർത്ത് പിടിച്ചു. അവൾക്ക് ആ നെഞ്ചിൽ നിന്ന് വേർപ്പെടുവാൻ കഴിയുന്നില്ലായിരുന്നു. അത്രക്കും ആ നിമിഷങ്ങൾക്കുള്ളിൽ അവരതാ ഒന്നായി തീരുകയാണ്. എന്നാൽ അവളുടെ ആ നിശ്വാസം അവൻ്റെ മുഖത്തേക്ക് പതിച്ചു. ശരിക്കും അൻഷിഫ് ആർത്തിയോടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ എല്ലാം നുകർന്നു കഴിഞ്ഞിരുന്നു. അവർക്ക് ഹലാലായ നിക്കാഹ് കഴിഞ്ഞ് ഹലാലായി എങ്കിലും അവരുടേതായ ജീവിതത്തിലേക്ക് അവർ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. എന്തോ ഒരു തടസ്സം മൊത്തത്തിൽ, അത് ഒന്നിനും തോന്നാത്തൊരവസ്ഥ അങ്ങനെയായിരുന്നു. എന്നാൽ അൻഷിഫ് വിചാരിക്കുന്നു, റബ്ബേ, ഈ ഒരു ആക്സിഡൻറ്റോട് കൂടി എനിക്ക് നീ എന്തൊക്കെയോ തിരിച്ചു തന്നിരിക്കുന്നല്ലോ അല്ലാ. ഒരു പക്ഷേ ആ സ്റ്റിയറിംഗ് നാഭിയിലൂടെ അമർന്നതാണോ അറിയുന്നില്ല. എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഇനി കാലുകൾ ഒന്ന് ശരിക്കും നടക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഓക്കെയാണ്. എന്നാൽ അവരുടെ ആ ഒരു സുന്ദര നിമിഷങ്ങൾ മണിക്കൂറുകൾ നീണ്ടു. എന്നാൽ ഈ സമയം സിനാനും ഉമ്മയും ആ ജീവനില്ലാത്ത സാധനത്തിൻ്റെ കൂടെ നിന്ന് ബുഷി ഉറങ്ങിയിട്ടുണ്ടാവും, ഞാൻ പോയി നോക്കട്ടെ. അങ്ങനെ അതാ സിനാൻ അങ്ങോട്ട് പോകുന്നു. എന്നാൽ അപ്പോഴേക്കും അവർ അവരുടേതായ സുന്ദരമായ ലോകത്തിൽ നിന്ന് അവർ
മാറിയിരുന്നു. അതെ, അൻഷിഫ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ബുഷി, എൻ്റെ പെണ്ണ് ഇത്രയും സുന്ദരിയായിരുന്നു അല്ലേ? ഞാൻ ഇന്നാണത് അറിഞ്ഞത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ ഇക്ക. എന്നാൽ ബുഷിക്ക് അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമെടുക്കാൻ തോന്നിയില്ല. ഇക്ക, എന്നെ വിട്ട് പോവല്ലേ നിങ്ങൾ കേട്ടോ. ബുഷി, നീ പോയിക്ക വീട്ടിലേക്ക്. അതെ, ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു വരാം. ബുഷി പോയിക്കോ. ബുഷി, നിന്നെ അവർ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ലായിരിക്കും. ബുഷി, സിനാൻ്റെ ചതിയെ തൊട്ട് കാത്തുരക്ഷിക്കണം. സിനാൻ ചതിയനാണ് ബുഷി. എന്നാൽ അതാ ആ രണ്ട് യുവമിഥുനങ്ങൾ അവർക്ക് അവരുടെ സന്തോഷം പങ്കിടൽ തീരുന്നില്ലായിരുന്നു. അവർ അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ലയിച്ചു ചേരാൻ തിടുക്കം കൂട്ടുകയായിരുന്നു. അവർക്ക് എന്തെന്നറിയില്ല, അവർക്ക് അവരുടെ സുന്ദര സുഖമായ നിമിഷങ്ങൾ അത് വീണ്ടും വീണ്ടും അതിൽ പങ്കുചേരാൻ അവർക്ക് തോന്നുകയാണ്. ഇക്ക, ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല. ബുഷി, നിന്നെ സമ്മതിക്കില്ല മോളെ, നീ പോയിക്കോ. അതെ, വിധിയുണ്ടെങ്കിൽ നമുക്കിനിയും കാണാം. എന്നാൽ അൻഷിഫിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ബുഷി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തോർത്തിക്കൊണ്ട് പറഞ്ഞു, ഇല്ല ഇക്ക, നിങ്ങളെ വിട്ട് ഞാൻ പോകില്ല, നിങ്ങളെ വിട്ട് ഞാൻ പോകില്ല ഇക്ക. സമ്മതിക്കില്ല മോളെ, അവരാരും നമ്മളെ അംഗീകരിക്കില്ലല്ലോ. എന്ത് ചെയ്യാൻ, നിൻ്റെ വീട്ടുകാരും എല്ലാവരും അവനക്ക് സപ്പോർട്ടാണ്. എൻ്റെ ഭാഗത്ത് ആരുമില്ല, ഞാൻ ആരാരുമില്ലാത്തവനായിപ്പോയി. എൻ്റെ ബുഷി, നീ എന്നെ മറക്കല്ലേ, പോയിക്കോ മോള്. അപ്പോഴേക്കും അതാ വാതിലിൽ ശക്തമായി മുട്ട്. ഏയ്, എന്താ ഇത്, വാതിലും കുറ്റിട്ടിക്കണോ? അദ്ദേഹം ഡോർ പിടിച്ച് കുലുക്കാൻ തുടങ്ങി. ബുഷി, ചെല്ലേ, അതാ അവൻ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, സിനാന് വഞ്ചകനാണ്, സൂക്ഷിക്കണം, സൂക്ഷിച്ചേ മതിയാവും എവിടെയായിരുന്നാലും. ചെല്ല്. ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അവൾ ചുംബിച്ചു. അതെ, അവൻ തിരിച്ചും. ബുഷി, ചെല്ലടി. അങ്ങനെ അതാ വാതിലിൻ്റെ കുറ്റി തുറന്നു. അറിയാത്ത രീതിയിൽ അതാ അൻഷിഫ് പഴയ പോലെ തന്നെ കിടന്നു. എന്താ കിടപ്പ് കണ്ടില്ലേ? എന്താ ബുഷ്റ, നിനക്കിപ്പോഴും ഇവനെ കണ്ട് കൊതി തീർന്നില്ലേ? അവൻ്റെ കിടപ്പ് കണ്ടില്ലേ? എന്താണ് ഈ ഒരു കിടപ്പ് രോഗിയാണോ നീ കൂടുതലായിട്ട് വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടുന്നത്? അവൾ ദയനീയമായി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ പെണ്ണെ, നിൻ്റെ മൊഞ്ച് അത് എനിക്കുള്ളതല്ലേ? എനിക്ക് മാത്രമുള്ളതല്ലേ? അത് ഞാനങ്ങ് എടുക്കും കേട്ടോ. എന്നാൽ ബുഷിക്ക് ദേഷ്യം വന്നു. സർ, അനാവശ്യം പറയരുത്. എന്നാൽ അതാ നമ്മുടെ അൻഷിഫിൻ്റെ കൈകൾ തരിക്കുന്നുണ്ടായിരുന്നു. അവൻ ആ നിമിഷം ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൊടുക്കണമെന്ന് തോന്നി. പക്ഷേ പ്ലാനിങ് എല്ലാം തെറ്റിപ്പോകും. അവന് നിയന്ത്രണം വിട്ടുകഴിഞ്ഞു. തൻ്റെ പെണ്ണിനോട് അവൻ അനാവശ്യം പറയുന്നു. തെണ്ടി, ചതിയൻ. അവൻ്റെ മനസ്സിൽ അതാ തീക്കനലുകൾ എരിയുകയായിരുന്നു. എഴുന്നേറ്റ് ഒരൊറ്റ വെട്ടിനെ ഇല്ലാതാക്കണം നാറിയെ, അതാണ് വേണ്ടത് അവൻ്റെ മനസ്സിൽ. അങ്ങനെ പല പല ചിന്തകൾ വരുന്നു. ആണത്തമുള്ള ഉഷറുള്ള ആൺകുട്ടിയായി നമ്മുടെ അൻഷിഫ് മാറുകയാണ്. പക്ഷേ കുറച്ചുകൂടെ സമയം വേണം, സമയം തന്നേ പറ്റൂ. ബുഷി, എന്നാ മതി, പോര്. എന്തിനാ ഈ ജീവല്ലാത്തിൻ്റെ കൂടെ ജീവിക്കുന്നത്? ഞാൻ നിന്നുള്ള സ്നേഹം കൊണ്ട് പറയാണ്. എന്നാൽ ബുഷിയുടെ ഉമ്മയും വന്ന്, വാ ബുഷി, മതി. എന്താ ഇത്, ഇങ്ങനെ ഒരു ഭർത്താവിനെ കാണാൻ പുതിയ എന്താ എനിക്ക് എങ്ങോട്ട് പോന്നായി? അതിനുള്ള അങ്ങനത്തെ ഭർത്താവാണെങ്കിൽ തിരക്കിടില്ല. ഈ ജീവല്ലാതെ കിടക്കണതിൻ്റെ അടുത്ത് എന്തിനാ ഈ വന്ന് നിൽക്കുക? ഉമ്മയും കളിയാക്കുന്ന രീതിയിൽ, എടി നിനക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ ഉണ്ടല്ലോ ഇവന് നല്ലൊരു ഭർത്താവ്, അവനെ കൊണ്ടാണ് കല്യാണം കഴിപ്പിക്കാൻ നല്ലത്. എന്നാൽ അതാ ആ വാക്ക് അൻഷിഫ് കേട്ടപ്പോൾ അവൻ്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അത് അവൻ്റെ കണ്ണുകളിലൂടെ കണ്ണീർ തുള്ളി ഒലിച്ചിറങ്ങി. ശരിക്കും ബുഷി അത് കണ്ടു. അറിയാതെ അവളത് മറച്ചു പിടിച്ചു. റബ്ബേ, ഇങ്ങോട്ട് വാടി ഉമ്മ, ഞാൻ പോരുന്നില്ല. ഇക്ക് ഈ അവസ്ഥയിലാവുമ്പോൾ ഞാനെങ്ങനെ? അങ്ങോട്ട് വന്നേ. അപ്പോഴേക്കും അതാ ബുഷിയെ അവർ കൊണ്ടുപോകുന്നു. വാ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ സിനാനെ കൈയും കാലും പിടിച്ച് കെട്ടി വണ്ടി കൊണ്ടുപോയിട്, അതാ വേണ്ടത്, അല്ലാതെ നടക്കൂല. എന്നാൽ സിനാൻ സർവ്വശക്തിയും എടുത്ത് അവിടെ അതാ ബന്ധിപ്പിച്ച് കൊണ്ടുപോകുന്നു. അതെ, ഇനിയിപ്പോൾ ആരും കാണണ്ട, നേരെ ആ വീൽ ചെയറിൽ അങ്ങനെ ഇട്ട് കെട്ടിപ്പോയി കൊണ്ടേക്കോ, അല്ലാതെ ശരിയാവില്ല. അപ്പോഴേക്കും അതാ വീൽ ചെയറിൽ അവൾ എങ്ങനെയൊക്കെ ഇരുത്തി മുകളിലൊരു ഷാളൊക്കെ പുതപ്പിച്ചങ്ങ് കൊണ്ടുപോകുന്നു. നേരെ അതാ കാറിലേക്ക്. എന്നാൽ അവൾ പരമാവധി പിടയുന്നുണ്ട്. വേണ്ട, എന്നെ കൊണ്ടുപോവേണ്ട. എന്താടി, അടങ്ങി നിൽക്കടി അവിടെ. എന്താ എനിക്ക്?
അവൻ്റെ കൂടെ നിന്ന് പൂതി കെട്ടിട്ടില്ല എനിക്ക്, എന്നെ കൊണ്ടുപോണ്ട ഉമ്മ. പക്ഷേ അപ്പോഴേക്കും വായയും പൊത്തിയിരുന്നു. അങ്ങനെ അത് കാറിനുള്ളിലേക്ക് ബുഷിയെ അവർ വലിച്ചിടുന്നു. അവൾ നിയന്ത്രണം വിട്ട് കരഞ്ഞു. അത് കരച്ചിൽ പോലും കേൾക്കുവാൻ ആരുമില്ല. എൻ്റെ പ്രിയപ്പെട്ട അൻഷിഫ് ആ റൂമിലാണ്. റബ്ബേ, ഇനി എന്തെങ്കിലും ചെയ്യുമോ? എനിക്ക് ഭയം തോന്നുന്നു ഉമ്മ. എന്നാൽ അപ്പോഴൊന്നും വായയുടെ സ്റ്റിക്കർ അവർ അഴിച്ചില്ല. സിനാനും ഉമ്മയും നേരെ അതാ ബുഷിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.